Hi friends, welcome to Homemade Cooking and Crafts. തേങ്ങയും കഷ്ണങ്ങളൊന്നുമില്ലാതെ എങ്ങനെ വളരെ പെട്ടെന്ന് മോര് കറി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. മോര് കറി ഉണ്ടാക്കുമ്പോൾ തൈരിന് നല്ല പുളി വേണം. പുളി കുറവാണെങ്കിൽ 2 ദിവസം മുൻപേ തൈര് പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തത് ഒരു 3 ഗ്ലാസ്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും ഒഴിക്കുക. ഈ ഒരു തിക്നെസ്സിൽ വേണം തൈര് ഇരിക്കാൻ. ആവശ്യമായ സാധനങ്ങൾ: ഒരു 6 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി. ഉള്ളിയെല്ലാം നീളത്തിലരിയണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞെടുക്കണം. പച്ചമുളക് നടുകെ കീറിയതും. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ പോകുന്നവരെ. എന്നിട്ട് അതിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച തൈരും വെള്ളവും കൂടിയുള്ള ആ കൂട്ടൊഴിക്കുക. എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. തള വരരുത്. തള വന്നേക്കുമ്പേനെ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. ചെറുതായിട്ട് തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തീ ഓഫ് ചെയ്യുക. താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് 2 ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉലുവയും ഇടുക. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഉലുവ അധികം ആകരുത്. അധികമായാൽ ചെറിയൊരു കയ്പുണ്ടാവും. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മോര് കറിയിലോട്ട് ഇടുക. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അവസാനം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് മുമ്പ് നിൽക്കും. അപ്പോൾ എല്ലാം ബാലൻസ് ആയി കിട്ടും. അത് തികച്ചും ഓപ്ഷണലാണ്. തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ മോര് കറി റെഡി ആയിട്ടുണ്ട്.